ശ്രീമതി സുജാ സൂസൻ ജോർജ് മാഡത്തിൻ്റെ അധ്യക്ഷതയിൽ നമ്മൾ ഈ പരിപാടി തുടങ്ങുകയാണ്. ആദ്യമായി അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി സുജാ സൂസൻ ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഖദീജ മുംതാസ്, പ്രിയദർശനൻ സാർ, സദസ്സിലെ പ്രിയങ്കരും ബഹുമാന്യരുമായിട്ടുള്ളവരെ, മനസ്സിൽ എക്കാലവും പ്രിയങ്കരമായി സൂക്ഷിക്കാവുന്ന ഇത്തരമൊരു കൂടിച്ചേരലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്കൊന്നൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു സാംസ്കാരിക ജാഥ സമാപിക്കുന്നത് നെയ്യാറ്റിൻകര നഗരത്തിലായിരുന്നു. അവിടെ അന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമയുടെ താഴെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് അന്നാണ് ഞാൻ നേരിട്ട് ശ്രദ്ധിക്കുന്നത്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ആ സന്ദർഭം ഈ വാചകത്തെക്കുറിച്ച് ഇതൊരു മുഖവാക്യമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി കണ്ടു തുടങ്ങിയത് അന്നാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് മലയാളത്തിൽ വായന, ചിന്ത തുടങ്ങിയ ഉള്ള എല്ലാവർക്കും അറിയാം. ഏതാണ്ട് ഒരു ടീനേജ് മുതൽ കേൾക്കുന്ന ഒരു പേരാണത്. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ കുറച്ചുകൂടി ആലോചിക്കേണ്ടി വരും. 1905 ഈ പത്രം, ഈ പ്രസ് സ്ഥാപിക്കുമ്പോൾ അതിനൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: രാജാവിൻ്റെ ദുർഭരണത്തിനെതിരായി എഴുതുക എന്നുള്ളത്. ഇന്ന് പ്രകാശിപ്പിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ ആമുഖമായി എഴുതിയതിലും ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. വളരെ അപൂർവമായ ഒരു സംരംഭമായിരുന്നു അത്. EMS പിന്നീട് കേരള നവോത്ഥാനത്തെക്കുറിച്ച് ജാതി ജന്മി നാടുവാഴിത്ത ദുർഭരണത്തിനെതിരായ ഒന്നായി നവോത്ഥാനത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, യൂറോപ്യൻ നവോത്ഥാനം എന്ന് പറയുന്ന ഇതല്ലായിരുന്നു. അത് വ്യാവസായിക വിപ്ലവമായിരുന്നു. മനുഷ്യർക്കും ജന്തുക്കൾക്കും പകരം യന്ത്രങ്ങൾ ജോലി ചെയ്ത് തുടങ്ങുന്ന കാലമായിരുന്നു. വളരെ വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ കേരളത്തിലാവുമ്പോഴേക്കും അത് ജാതി ശരീരങ്ങളെ, മനുഷ്യർ ജാതി ശരീരങ്ങളായിരുന്ന കാലത്ത് ജാതി ശരീരങ്ങളെ മനുഷ്യരായി പരിണമിപ്പിക്കുന്ന ഒരു പ്രക്രിയ കൂടിയായിരുന്നു. അതിനെ ലളിതാംബിക അന്തർജനം ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് അവരുടെ ആത്മകഥയ്ക്കൊരാമുഖം എന്ന് പറയുന്ന പുസ്തകത്തിൽ. ചുറ്റും വീശിയടിക്കുന്ന മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് അത് മൺപ്രതിമകളെ കൊണ്ട് നൃത്തം ചവിട്ടിക്കുന്നതായിരുന്നു. മുളംതണ്ടിൽ സംഗീതമുതിർക്കുന്നതായിരുന്നു എന്ന്. അത് കുറച്ച് സാഹിത്യാത്മകമായി പോയെങ്കിലും ചുറ്റുപാടും ഒരു വലിയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് തീർച്ചയായും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. 1873 മുതൽ 1932 വരെയുള്ള ജീവിതകാലത്തിന് ഇടയ്ക്ക് വക്കം മൗലവിയും ആ കൊടുങ്കാറ്റിലൂടെ കടന്നു പോയിട്ടുണ്ട് തീർച്ചയായും. പക്ഷെ വക്കം മൗലവിക്ക് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ചില പ്രശ്നങ്ങളെ തീർച്ചയായും അഡ്രസ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദീകരിക്കുന്നില്ല, കാരണം ഖദീജ മുംതാസ് അത് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതിനാൽ. പക്ഷെ ഇതിന് ഇടയ്ക്ക് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ അദ്ദേഹം പല പ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നതിനിടയ്ക്ക് യൂറോപ്പിൽ നവോത്ഥാനമുണ്ടായി, അതിനും 1300 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതത്തിൽ വലിയ പരിവർത്തനങ്ങളോടുകൂടിയാണ് ഇസ്ലാം മതം ഉണ്ടായി വരുന്നത്. ഞാനതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്: പൗരസ്ത്യ ദേശത്തെ ആദ്യത്തെ നവോത്ഥാന മതമാണ് ഇസ്ലാം മതമെന്ന്. പക്ഷെ അതിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ പ്രായോഗികതകളും ഒക്കെ
കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ അന്ന് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്, ബി കല്യാണിയമ്മ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയും എഴുത്തുകാരിയുമായി ബി കല്യാണിയമ്മ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും വക്കം മൗലവിയും തമ്മിലുള്ള സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരമൊരു സാഹോദര്യം ആ കാലഘട്ടത്തിൽ വളരെ വലുതായി ഉടലെടുത്തിരുന്നതായിട്ട് നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കല്യാണിയമ്മ പറയുന്നുണ്ട്, സ്വദേശാഭിമാനി അനശ്വരനാക്കി എന്ന് പറയുമ്പോൾ ഈ പത്രം സ്വദേശാഭിമാനി പത്രം അനശ്വരമാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വക്കം മൗലവി ആദ്യമേ ഓർക്കാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് കല്യാണിയമ്മ തന്നെ പറയുന്നുണ്ട്. സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊന്ന് 3 ലേഖനങ്ങൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളും ഇസ്ലാം മതവും, മുസ്ലിം സ്ത്രീകൾ, സ്ത്രീ പുരുഷ ബന്ധം എന്നിങ്ങനെ 3 ലേഖനങ്ങൾ, അല്ല നമ്മുടെ സ്ത്രീകൾ 4 ലേഖനങ്ങൾ. അത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ബി പാച്ചിയമ്മ മഹിള എന്ന് പറയുന്ന മാസികയിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിരുന്നു. ഇങ്ങനെയാണ് എഴുതുന്നത്: നമ്മുടെ പുരുഷന്മാർ വിദ്യാഭ്യാസം ആർജിച്ച് പുരോഗതി പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇങ്ങനെ അടുപ്പിനൊഴിഞ്ഞു വിട്ട പൂച്ചകളെ പോലെ ഇരുന്നാൽ മതിയോ? യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇസ്ലാം മതത്തിലും സംഭവിക്കുന്നതെന്ന് വക്കം മൗലവി അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ പറയുന്നു. അദ്ദേഹം പറയുന്നു, കേരളത്തിൽ ഒഴികെ മറ്റു പല ദേശങ്ങളിലും മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട പുരോഗതിയെക്കുറിച്ചും പരിഷ്കരണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് രോഷം കൊള്ളുന്ന ആളുകളുണ്ട്, അവരോടാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മുസ്ലിം മതത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് പരിഷ്കരണം, പുരോഗമനം, വിദ്യാഭ്യാസം തുടങ്ങിയവ ആർജിക്കുന്നതിനുള്ള ഒരു സംരംഭമുണ്ടായി വരുന്നു. അത് നവോത്ഥാന കാലഘട്ടത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ വിമോചനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥശൂന്യതയെ കൂടി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കുണ്ടായ നവോത്ഥാനം, അല്ലെ സ്ത്രീകൾക്ക് നൽകിയ വിദ്യാഭ്യാസം, സ്ത്രീകൾക്കുണ്ടായ സമൂഹത്തിലെ വിസിബിലിറ്റി, ദൃശ്യവൽക്കരണം, ഇതിനെല്ലാം കാരണം പുരുഷന്മാർക്കുണ്ടായ നവോത്ഥാനത്തിനോടൊപ്പം പുരുഷന്മാർക്കുണ്ടായ സമൂഹത്തിലുണ്ടായി വരുന്ന വിദ്യാഭ്യാസം, ഔദ്യോഗികമായ പുരോഗതി, അല്ലെങ്കിൽ ഭരണത്തിലുള്ള പങ്കാളിത്തം, ഇതിനെല്ലാം കൂടെ നിൽക്കുന്ന ഒന്നായിട്ടേ വക്കം മൗലവി പോലും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാണുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് ശരിയും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, വീട്ടിൽ നമുക്കറിയാം ചോറ് ബാക്കി വന്നാൽ അത് ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെ വെള്ളം ഒഴിച്ചിടുക. പക്ഷേ അരി അല്ലെങ്കിൽ നെല്ല് എന്ന് പറയുന്ന ആദിപ്രരൂപം അല്ലെങ്കിൽ വിത്ത്, അതിനെ അന്നമാക്കി മാറ്റുമ്പോൾ, ഓരോ ദിവസവും വേവിച്ച് അന്നമാക്കി മാറ്റുമ്പോൾ അതിന് കൈവരുന്ന സുഗന്ധമുണ്ട്, അതിന് കൈവരുന്ന ശുദ്ധിയുണ്ട്, അത് ഉണ്ടാക്കുന്ന ആരോഗ്യമുണ്ട്. യഥാർത്ഥത്തിൽ മതവും അങ്ങനെ വേണം. അത് ദൈനംദിന ജീവിതത്തിൽ പ്രയോഗത്തിലാകുമ്പോൾ അതാത് ദിവസം വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ദുർഗന്ധവാഹിയായിരിക്കും, അനാരോഗ്യം പ്രദാനം ചെയ്യുന്നതായിരിക്കും. വക്കം മൗലവി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരുന്നത് ഈ പാകപ്പെടുത്തലിന് വേണ്ടിയാണ്. അത് ഏത് ദിവസം ഇല്ലാതാവുന്നു, അത് ദൈനംദിനം ചെയ്യേണ്ടതാണ്. നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ, നമ്മൾ ദന്തശുദ്ധി വരുത്തുന്നത് പോലെ ദൈനംദിനം ചെയ്യേണ്ട ഒരു കാര്യമാണ് മതശുദ്ധീകരണം എന്നത്. ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ രീതിയിൽ മതത്തിനെ പരിവർത്തിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അതെവിടെ അവസാനിക്കുന്നുവോ, അതെവിടെ പിന്നോക്കം പോകുന്നുവോ, ആ സമൂഹം എന്ന് പറയുമ്പോൾ ഒരു മതം മാത്രമല്ല, ആ മതത്തിന് ചുറ്റും നിൽക്കുന്ന എല്ലാ മനുഷ്യ സമൂഹവും ദുർഗന്ധത്തിൽ പെട്ടുപോകും. അത് തീർച്ചയായും വർത്തമാന കാലഘട്ടത്തിൽ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഓരോ നവോത്ഥാന നായകരുടെയും കഥ എടുത്തു നോക്കിയാൽ, അവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ, വക്കം മൗലവി, ശ്രീനാരായണ ഗുരു അവസാനം നമുക്കറിയാമല്ലോ എത്രമാത്രം മാനസിക പ്രയാസത്തോടു കൂടിയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളുടെ നൂലാമാലയുണ്ടായിരുന്നു. പറവൂർ കോടതിയിൽ അദ്ദേഹത്തിനെതിരെ എത്ര കേസുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ്, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളുടെ എല്ലാം, പ്രധാനപ്പെട്ട കേസുകളെല്ലാം ഇതാണ്: അദ്ദേഹം നിർബന്ധിച്ചു, താഴ്ന്ന ജാതിക്കാരുമായി കൂടിയിരിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചു. ഞങ്ങളുടെ ജാതി ശുദ്ധി നഷ്ടപ്പെട്ടു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാല രാഷ്ട്രീയ സിനാരിയോയിൽ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മോശമായ ജാതി വ്യവസ്ഥ നിലവിലിരുന്ന ഒരു പ്രദേശമാണ് കേരളം. അതിനെ എല്ലാത്തരം സൈദ്ധാന്തികതയിലൂടെയും നടപ്പിലാക്കിയ ഒരിടമായിരുന്നു കേരളം. അപ്പോൾ ഉത്തരേന്ത്യയിൽ പല ഭാഗത്ത് സഞ്ചരിച്ച് എല്ലാത്തരം പ്രക്രിയകളിലൂടെയും ചിലയിടത്ത് നമ്പൂതിരിമാരെ എതിർത്തിരുന്നു, ചിലയിടത്ത് സ്വീകരിച്ചിരുന്നു, ചിലയിടത്ത് അവർക്ക് നിൽക്കാനേ പറ്റിയില്ല. അങ്ങനൊരു യാത്രയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് കേരളത്തിലേക്ക് എത്തുന്നത്. എല്ലാത്തരം പിഴവുകളും തീർത്ത ഒരു ജാതി വ്യവസ്ഥ ഇവിടെ നടപ്പിലാക്കാൻ അന്ന് വന്ന ബ്രാഹ്മണർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വലിയൊരു ജാതി വ്യവസ്ഥയ്ക്കകത്തു നിന്നാണ് നവോത്ഥാനത്തിൻ്റെ വലിയ കൊടുങ്കാറ്റ് കേരളത്തെ വിമോചിപ്പിച്ചത്. പക്ഷെ അപ്പോഴും ഓർക്കുക, ആദ്യം EMS മുഖ്യമന്ത്രിയായിരുന്ന 1957 സർക്കാർ വരുമ്പോൾ ഗൗരി ചോത്തി നമ്പൂതിരിയും എന്ന് പറഞ്ഞ്, എനിക്കിവിടെ ആ പാട്ട് ഇവിടെ ഈ മൈക്കിൽ കൂടെ വിളിച്ച് പറയാൻ പറ്റില്ല. അത്രയും മോശമായ 1957 അത്രയും മോശമായ പാട്ടുകൾ കൊണ്ടാണ് അങ്ങനെ ഒരു മന്ത്രിസഭയെ ഇവിടെ സ്വീകരിച്ചത്. ഞാനിതിവിടെ പറയാൻ കാരണം, കാലം മാറി വരുന്നു, രാഷ്ട്രീയം മാറി വരുന്നു, കാറ്റ് മാറി വീശുന്നുണ്ട്. അപ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടെയും കരുത്തോടെയും അതിനെ പ്രതിരോധിക്കാനും കൂടി ഈ അനുസ്മരണം നമ്മളെ സഹായിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും മാറി വീശാവുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥ ഇന്നുണ്ട്. കാരണം ജാതി നവോത്ഥാനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്, വേറൊരു നവോത്ഥാനവും കേരളത്തിൽ നടന്നിട്ടില്ല. അത് കുറേയെങ്കിലും ജാതി നവോത്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായി നടന്നിട്ടുള്ളത് ഇസ്ലാം മതത്തിലാണ്. മറ്റെല്ലാം ജാതി നവോത്ഥാനമേ നടന്നിട്ടുള്ളൂ. ആ നവോത്ഥാനം തിരിച്ചു പോകുന്നത് രാഷ്ട്രീയമായ ശക്തി ഇല്ല എന്ന് തോന്നിയാൽ അതപ്പോൾ നടക്കും. ജാതിയിലേക്ക് തിരിച്ചുപോക്ക് പുതിയ കാല ജാതിയായിട്ടായിരിക്കാം, അത് മുതലാളിത്തത്തിൻ്റെ കൂടി കൂട്ട് ചേർന്നുള്ള ഒരു വ്യവസ്ഥയായിരിക്കാം. പക്ഷേ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതാണ്. അപ്പം വക്കം മൗലവി മരിച്ചുപോയിട്ട് വർഷലവിയെ പോലെയുള്ള നവോത്ഥാന നായകർ നമുക്ക് തുണയായി ഉണ്ടാകേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ശ്രീ ജി പ്രിയദർശനൻ സാറിനെ 2025 വക്കം മൗലവി സ്മാരക പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പുരസ്കാരം സർഗാത്മക രചനകൾക്കും മാധ്യമരംഗത്തെ മികച്ച സേവനത്തിനും പത്രസ്വാതന്ത്ര്യത്തിനായുള്ള ശ്രീ പ്രിയദർശൻ സാറിൻ്റെ മികച്ച സംഭാവനകളെയും പ്രവർത്തനങ്ങളെയും പരിഗണിച്ചാണ് നൽകുന്നത്. അധ്യാപകനായി തൻ്റെ പ്രവർത്തനം തുടങ്ങിയ ശ്രീ പ്രിയദർശനൻ സാർ ദീർഘകാലം മലയാള മനോരമയിൽ പ്രവർത്തിച്ചു. SNDP യോഗം വൈസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം യോഗനാഥം മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായിരുന്നു. ഭാഷാപോഷണിയിൽ പഴമയിൽ നിന്ന് എന്ന പരമ്പര പ്രസിദ്ധീകരിച്ചു വരുന്നു. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരവും കേരള പ്രസ് അക്കാദമിയുടെ മുതിർന്ന പത്രപ്രവർത്തകർക്കുള്ള ആദരവും ശ്രീ പ്രിയദർശനൻ സാർ നേടിയിട്ടുണ്ട്.